ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ബ്രഹ്മയുഗ സിനിമ എന്ന് പറയുമ്പോൾ കണ്ടിരിക്കാൻ വേണേ അങ്ങനെ ഒരു സിനിമ കൊള്ളാം. ആവറേജ് അങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു പോയതാണ്. പക്ഷേ സംഭവം കിടുക്കാച്ചി സിനിമ. ഈ മലയാള സിനിമയിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടാവില്ല. അമ്മാതിരി ഒരു ഐറ്റമാണ് ഈ സിനിമ. രാഹുൽ സദാശിവനാണ് ഇത് ഡയറക്ട് ചെയ്തേക്കുന്നത്. അതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് ഷഹനാദ് ജലാല്, മ്യൂസിക് ചെയ്തേക്കുന്നത് ക്രിസ്റ്റോഫ് സേവ്യർ. മ്യൂസിക് BGM ഒക്കെ അടിപൊളി സാധനം. എന്ത് ആംബിയൻസ് ആണോ അത്! എന്റെ മോനെ വിഷയ സാധനം അത്. പക്ഷെ ഒരു സംഭവം നടക്കാൻ പോകുന്നത് നമുക്കിങ്ങനെ തോന്നിപ്പിക്കും. ആ ഒരു BGM മതി, ആ ഒരു BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ത് കിടലനാണ് ചെയ്തേക്കുന്നത്. അതുപോലെ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇടിഞ്ഞ് വീഴാറായി മന. പിന്നെ അതിന് ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങൾ, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ എടുത്തു വെച്ചിട്ട് ഡയറക്ട് ചെയ്ത് വെച്ച് രാഹുലിനെ സമ്മതിക്കണം. ഒരു രക്ഷയില്ല. മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ശരിക്കും പറഞ്ഞു ഞാൻ ചില സീൻസ് ഒക്കെ വരുമ്പോ രോമം ഇങ്ങനെ എണീറ്റിരിക്കും. ചില സീൻസ് ഒക്കെ കാണും പുള്ളിക്കാരന്റെ ഒരു, എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫ് ലാഗാണ്. ഫസ്റ്റ് ഹാഫ് ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സീൻ, നല്ല സീൻ കാണിച്ചതിന് ശേഷം ഫുള്ള് എന്താ പറയാ സിനിമയിലോട്ട് എത്താനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു ലാഗ് വരുന്നുണ്ട്. അത് ചില ആൾക്കാർക്ക് പെട്ടെന്ന് പിടിക്കത്തില്ല, ചില ആൾക്കാർക്ക് പിടിക്കുമായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും കുഴപ്പമില്ല, ഒരേ വൈബിൽ തന്നെയാണ് തിയേറ്റർ ഫുള്ള് പോയേക്കുന്നത്. ഒരു രക്ഷയില്ല, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചില ആൾക്കാർക്ക് മാത്രം മിസ്മാച്ചിങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നും, ലാഗ് തോന്നും. പിന്നെ നമ്മുടെ സെക്കൻഡ് ഹാഫിലോട്ട് അടുക്കുന്ന ഒരു 15-20 മിനിറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞൊരു പോക്ക് പോവും സിനിമ. അതൊരു കിടുക്കാച്ചി ഐറ്റമാണ്. പിന്നെ മമ്മൂട്ടി അതിൻ്റെ അകത്ത് എടുത്തു വെച്ചേക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത്, ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങ് തീർത്ത് ബ്രില്യന്റ് വർക്കാണ് ആ സാധനം ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ല. മമ്മൂട്ടി അങ്ങനെ അഭിനയിച്ച് കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ്, കാരണം മമ്മൂട്ടി അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കില്ലേ. വിശ്വാസ് ഓസമ്മ. പിന്നെ അർജുൻ അശോകൻ പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ എന്താ പറയാ ചത്ത് ജീവിച്ച് കിടന്ന്, അതായത് അങ്ങനെ പുള്ളിക്കാരൻ ആ കഥാപാത്രത്തെ അതേപോലെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താണ് പറയാ, പിന്നെ സിദ്ധാർത്ഥ് അടിപൊളിയായിട്ട് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, നമ്മൾ ഈ ഇതുവരെ കണ്ട് വന്ന, അതായത് നമ്മൾ കേട്ട് മുത്തശ്ശേരി കഥകളിലൊക്കെ കേട്ട് വന്ന ചെറിയൊരു മിത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ അങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ പറയാം. അല്ലെ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അങ്ങനെ വേണമെങ്കിലും പറയാം സിനിമയെ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കുറച്ച് പുതിയതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇന്നേ വരെ ഇങ്ങനെ ഒരു സാധനം ഞാൻ പേഴ്സണലി എന്റെ അഭിപ്രായത്തില് ഇങ്ങനെ സാധനം കണ്ടിട്ടില്ല. പിന്നെ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടേ ഇല്ല. ഒരു സീനൊക്കെ ഉണ്ട് പോലെ മമ്മൂട്ടിയുടെ അങ്ങനെ ഒരു കത്തി വെച്ച് കുത്തുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതിന് മമ്മൂട്ടിയുടെ അഭിനയം കാണുന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുത്തേക്കുന്ന ആ ഒരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക ആ സമയത്ത്. ഒന്നൊന്നര സിനിമയാണോ സിനിമ, രക്ഷയില്ല. നമ്മള് ക്ലൈമാക്സ്, ഞാൻ പ്രതീക്ഷിച്ച ഒരു ക്ലൈമാക്സ് ആണ് വന്നത്. സിനിമയുടെ ഏകദേശം അവസാനം ആകുമ്പോഴത്തേക്കും ഞാനൊരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ചായിരുന്നു. ആ സാധനം തന്നെയാണ് വന്നത്. ഇന്നത് നടക്കാൻ പോവും എന്ന് ഞാൻ വിചാരിച്ച കാര്യം തന്നെയാണ് വന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് നെഗറ്റീവുകൾ എന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നെഗറ്റീവ്സ് അല്ല, സിനിമയുടെ ഒരു ചെറിയ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ആവശ്യമില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാം. കാരണം വെച്ചാൽ ആ യക്ഷി എന്നാത്തിനാന്ന് എന്നെ അറിയത്തില്ല. ആ യക്ഷിയുടെ എന്താണ് ഉദ്ദേശമെന്നോ അല്ലെങ്കിൽ എന്തിനു വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ആ ഒരു എന്താ പറയാ, ഞാൻ പല കാര്യങ്ങളും ആ സിനിമ ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പൊ വരുമായിരിക്കും ഇങ്ങനെ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുമല്ലോ. ഇങ്ങനെ ഉണ്ടാവുമ്പോ ഇപ്പൊ വരുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സാധനം ഇല്ല. ആ ഒരു 2 3 സീൻസിലൊക്കെ പുള്ളിക്കാരി വന്നിട്ട് ലീവ്, ഓക്കെ, അതായത് സുരേഷ് ഗോപി ഡയലോഗ് പോലെ ദേ പോയി ദാ വന്നു, അതിനെ പോയി ദേ വന്ന് ദാ പോയി. ആ ഒരു ഇതായിരുന്നു ഇതിന്റെ. പിന്നെ നമ്മുടെ അർജുൻ അശോകന്റെ ആദ്യം ഒരു കൂട്ടുകാരനായിട്ട് വന്ന പുള്ളി
ആ പുള്ളി ആകെ ഒറ്റ സീനിലേ ഉള്ളൂ. ആകെ ഒറ്റ സീനിലേ ഉള്ളൂ. അതും യക്ഷിക്ക് ഭക്ഷണമായിട്ട് കൊണ്ടുവരുന്ന ഒരാളായി മാത്രം കാണാൻ പറ്റുന്ന ഒരു സീൻ. അങ്ങനെ ഒരു സീനുണ്ട്. അപ്പം അത് കുറച്ച് എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെയും മിസ്മാച്ചിങ് പോലെ എനിക്ക് തോന്നി. എന്ത് രീതിയിലാണ് ആ കഥ, എന്തിനാണ് ആ ഒരു കഥാപാത്രം എന്നുള്ള ചിന്ത എനിക്ക് വന്നിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ലടി. സിനിമ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇറ്റ് വാസ് എ ബ്രില്യന്റ് വർക്ക്. അതൊന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് അത് ആൾക്കാരോട് വർക്കൗട്ട് എത്തിക്കുക, മമ്മൂട്ടിയുടെ ആ കഥാപാത്രത്തിലൂടെ എനിക്ക് തോന്നുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ പോയി കണ്ടു. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോയി. അത്രയും ഉള്ളത് നിങ്ങൾ കണ്ടു തന്നെ ഇതാക്കണം. എന്റെ മോനെ വിഷയ സാധനമായിരുന്നു. ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒന്നും പറയാനില്ല. ഇന്റർവ്യൂല് പറഞ്ഞ അതേ കാര്യങ്ങൾ വെച്ച് പോവാം. പോയി കാണുക, എൻജോയ് ചെയ്യുക.